ഹായ് എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ പുതിയ വ്ളോഗിൽ ഞങ്ങളൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഝാൽമുരി എന്നാണ് പേര്. ഇതൊരു ബംഗാളി സ്നാക്കാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞെന്നുള്ളത്, ഞങ്ങൾ ആൻഡമാൻ ആൻഡ് നിക്കോബാറിലായിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ ഞാൻ. അപ്പോൾ അവിടെ ഒരുപാട് ബംഗാളീസ് ഉണ്ടായിരുന്നു, ഇവിടുന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള. സോ അവിടുത്തെ ഒത്തിരി ആൾക്കാർ ഈ ഈവനിങ് സ്നാക്സ് സമോസ, പുച്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാനിപ്പൂരി, പിന്നെ ഈ ഝാൽമുരിയൊക്കെ വിൽക്കും. അതപ്പോൾ നമ്മൾ ഒരുപാട് വാങ്ങി കഴിച്ചിട്ടുണ്ട്. കൈൻഡ് ഓഫ് ഭേൽപൂരിയാണ്, ബട്ട് ഭേൽപൂരിയും അല്ല, കുറച്ച് മസാലയൊക്കെ ഡിഫറെൻ്റ് ആണ്. സോ അതാണ് ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വന്ന് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. അപ്പോൾ ഇത് നമുക്ക് കാണാം മുന്നോട്ട് എങ്ങനെയാണ് നമ്മൾ ഈ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കുന്നത്, ബംഗാളി സ്ട്രീറ്റ് ഫുഡ്. ഞാനും ഫസ്റ്റ് ടൈം കഴിക്കാൻ പോവുകയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ചായയുടെ കൂടെ വൈകുന്നേരം കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ആസ് വി സെഡ്, ഞങ്ങൾ ഝാൽമുരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഝാൽമുരി ഉണ്ടാക്കാൻ വേണ്ടി കുറേ ഇൻഗ്രീഡിയൻസ് വേണം. ഫസ്റ്റ് കുറച്ച് ടൊമാറ്റോ ഡൈസ്ഡ് വേണം. ടൊമാറ്റോയുടെ ഉള്ളിലുള്ള ആ ഒരു ലിക്വിഡ് പോർഷൻ ഉള്ള അത് കളയുവാണെങ്കിൽ നല്ലതായിരിക്കും. അത് കളഞ്ഞിട്ടാണ് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത്. ബിക്കോസ് അത് ഇടുമ്പോൾ അതൊരു വേണ്ടി കുഴകുഴയായിപ്പോൾ, സോ അതും കളയണം. പിന്നെ നമ്മൾ ഓണിയൻസ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വളരെ ചെറിയ ജൂലിയൻസ് അല്ല, മറ്റേ ചെറുതായിട്ട്. പിന്നെ ഇത് മാംഗോ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുക്കുംബർ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ കുത്തില്ലേ, അത് ഒരു കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടാറ്റോസ്, ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിനെ ബോയിൽ ചെയ്ത് വെച്ചേക്കുവാണ്. സ്ലൈസ്ഡ് ആൻഡ് ബോയിൽഡ് ആണ്. ഓക്കെ, കുറച്ച് ഉപ്പിട്ട് വേണമെങ്കിൽ ബോയിൽ ചെയ്യാം. പിന്നെ നമ്മുടെ കൊറിയാണ്ടർ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുവാണ്, കൊറിയാണ്ടർ ലീവ്സ്. ഓക്കെ, പിന്നെ ഗ്രീൻ ചില്ലി ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചേക്കുവാണ്, ഒത്തിരിയൊന്നുമില്ല. പിന്നെ ഒരു ലെമൺ ആൻഡ് പിന്നെ നമ്മുടെ മൂരി. ഇതാണ് മൂരി. മൂരി നമ്മുടെ കാളമൂരി അല്ല കേട്ടോ, ഇത് മലരാണെന്ന് തോന്നുന്നു കേരളത്തിൽ പറയുന്നത്. ഐ എം നോട്ട് ഷുവർ, ആണെന്ന് തോന്നുന്നു. നമ്മൾ ശബരിമല കൊണ്ടുവന്ന മലര് പൊരി, അത് തന്നെ, പൊരി. ആൻഡ് ആക്ച്വലി ഇത് ബംഗാളീസ് ആണ് ഇതിന് മൂരി എന്ന് പറയുന്നത്. പിന്നെ മൂടി എന്നും പറയും, അടപ്പല്ല, മൂടി ആൻഡ് മൂരി അവരങ്ങനെ പറയും. സോ അതാണ് ഇത് നമ്മൾ ഭേൽപൂരിക്ക് യൂസ് ചെയ്യുന്ന. ശബരിമലക്കൊക്കെ പോകുമ്പോൾ അവിടെ നമുക്ക് എല്ലായിടത്തും. അതെ, അത് തന്നെ. പിന്നെ നമുക്ക് കുറച്ച് മസാലകളോടൊക്കെ വേണം, അത് ഞാൻ വഴിയെ പറയാം ഉണ്ടാക്കുമ്പം. സോ ഫസ്റ്റ് ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് മസാല എന്ന് പറഞ്ഞാൽ ഒരു ഭാജ മസാല എന്ന് പറയും. ഭാജ മസാല ഈ ബംഗാളീസ് അവരുടെ എക്കറിയിലൊക്കെ ഇടുന്നൊരു മസാല. അവർ എക്കറിയിൽ മോസ്റ്റ്ലി അവർ ഈ മസ്റ്റർഡ് ഓയിൽ വെച്ചൊക്കെ ഉണ്ടാക്കണം. സോ അതിനകത്ത് അവർ ഭാജ മസാല എന്നൊരു മസാല ഇടും. അത് നമ്മൾ കേരളത്തിൽ യൂസ് ചെയ്യുന്ന മസാലയല്ല. സോ ഞാൻ ആദ്യം ആ മസാല ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം എനിക്ക് ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് നമുക്ക് അത് ചെയ്യാം. അപ്പം നമ്മൾ ഭാജ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തു, നോൺ സ്റ്റിക്ക് പാൻ വെച്ചു. അപ്പം നമുക്ക് ഫസ്റ്റ് ഇടേണ്ട സാധനം, നമുക്ക് ഒരു 3 ടീസ്പൂൺ പെരിഞ്ജീരകം. 3 ടീസ്പൂൺ പെരിഞ്ജീരകം ഞാൻ എടുക്കുവാണ്. ഓൾസോ 3 ടീസ്പൂൺ ജീരകവും എടുക്കുവാണ്. ആൻഡ് നമുക്ക് കുറച്ച് മല്ലിയും വേണം. സെയിം ആ അളവിൽ തന്നെ ഒരു 3 ടീസ്പൂൺ മല്ലി, ഹോൾ മല്ലിയും കൂടെ എടുക്കുവാണ് നമ്മൾ. ആൻഡ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചുമന്ന മുളകുണ്ടല്ലോ, വലിയ റെഡ് ചില്ലീസ്, അതും വേണമെങ്കിൽ കുറച്ച് ഇടാം. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഡയറക്റ്റ് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഝാൽമുരിയിലോട്ട് ഇടാം. ബിക്കോസ് ഓൾറെഡി ചില്ലിയൊക്കെ ആയിരുന്നു, സ്പൈസ് ഒരുപാടായപ്പോൾ ഒത്തിരി എരിക്കും. ഝാൽ എന്ന് പറഞ്ഞാൽ ബംഗാളീസിൽ ഝാൽ എന്ന് പറഞ്ഞാൽ തീഖാനാണ് ഹിന്ദിയിൽ പറയുന്നത് എരിവിന്, ബട്ട് ബംഗാളീസ് പറയുന്നത് ഝാൽ എന്ന്. അതുകൊണ്ട് അതിൻ്റെ പേരേ ഝാൽമുരി. അത് ഭയങ്കര സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഭയങ്കര സ്പൈസി ആയിപ്പോയി, കണ്ണിക്കൂടെ മുക്കിക്കൂടെ ഒക്കെ വെള്ളം വന്ന്. സോ അതുകൊണ്ട് ഞാൻ ഈ മസാലയുടെ മുളക് ഇടുന്നില്ല, സ്പൈസ് ഒരുപാട് കൂടിപ്പോവും, എരിവ് ഒരുപാട് കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ വെച്ച് അതിലോട്ട് തന്നെ കുറച്ച് മുളക് പൊടി മിക്സ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 2-3 ക്ലോവ്സ് ഓഫ്, ഒരു 5 ക്ലോവ്സ് ഓഫ് ഏലക്കയും കൂടെ ഇട്ടിട്ടുണ്ട്. അതിനത് ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ലൈറ്റ് ബ്രൗൺ ആവുന്നതിന് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട്, റോസ്റ്റ് ആയി കഴിയുമ്പോൾ അതിനെ കൂൾ ചെയ്തിട്ട് നമുക്ക് അതിനൊന്ന് പൊടിച്ചെടുക്കണം.
അപ്പം ഞാൻ ജാൽമുരിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമേ. ഞങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ഞങ്ങളുടെ പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെയും എൻ്റെ ഹസ്ബൻഡ് കേരളത്തിലാണല്ലോ വളർന്നത്, ഞങ്ങളാണല്ലോ ആൻഡമാനിലായിരുന്നത്, പോർട്ട് ബ്ലെയറിലായിരുന്നു ഞങ്ങൾ ക്യാപിറ്റലിൽ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അവിടെ ജോലിയായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു, അച്ഛൻ അവിടുത്തെ ഒരു ഗവൺമെൻറ് ഓഫീസിൽ ക്ലർക്കായിരുന്നു. അപ്പം ഞങ്ങളവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറുപ്പത്തിൽ അവിടെ ഒരു പാർക്കുണ്ട്, മെറീന പാർക്ക്. അന്ന് അവിടെ അതൊക്കെ ഉള്ളൂ, ഒരു മെറീന പാർക്ക് ഒരു സെല്ലാജിലേ ഉള്ളൂ നമുക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് വീക്കെൻഡ്സിന്. അപ്പോൾ നമ്മൾ ഈവനിങ് വീക്കെൻഡൊക്കെ ആകുമ്പം നമ്മൾ മെറീന പാർക്കിൽ പോകും. അവിടെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ നിരത്തി കുറേ പേരിങ്ങനെ ഇരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഈ എന്താണ് പറയുന്നത്, കപ്പലണ്ടിയൊക്കെ വിൽക്കാനിരിക്കുന്ന പോലെ അവിടെ കപ്പലണ്ടി ഒന്നുമല്ല കിട്ടുന്നത്, അവിടെ ഇതാണ് കൂടുതലും കിട്ടുന്നത്. അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ പോകുമ്പോൾ ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ് ആക്ച്വലി. കാൽക്കട്ടയിലൊക്കെ ഇത് വളരെ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. അപ്പം അവിടെ പോകുമ്പം നിർബന്ധിതമായിട്ട് എനിക്കിതെല്ലാം കഴിക്കണം ചെറുപ്പത്തിൽ. അപ്പം അവർ മേടിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഇതെല്ലാം ഇട്ട് ഒരു മഗ് പോലെ, സ്റ്റീൽ മഗ് പോലത്തെ അവരെടുക്കും. പെട്ടെന്ന് അവരെല്ലാം മിക്സ് ചെയ്തിട്ട് മഗ്ഗിനകത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കുറേ ഇങ്ങനെ ഇളക്കുകയൊക്കെ ചെയ്തിട്ട് അവരൊരു ന്യൂസ് പേപ്പർ എടുത്ത് ഇങ്ങനെ കോൺ പോലെ കെട്ടും, അതായത് അതിലോട്ട് അങ്ങോട്ട് ഇടും, നമുക്ക് തരും. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അന്നൊക്കെ. അത്ര ടേസ്റ്റിലൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ബട്ട് ഐ എം ട്രൈയിങ്. സോ ഇതാണ് അതിൻ്റെ കഥ. സോ ഇതിപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട്. ഒത്തിരി കരിച്ചൊന്നും എടുക്കണ്ട കേട്ടോ, ഒന്ന് പൊടിയാൻ വേണ്ടിയിട്ടുള്ള ചൂട് മതി. അപ്പോൾ ഇപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുക, അതിനൊന്ന് തണുക്കണം. തണുത്ത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് കടക്കാം. അപ്പം നമ്മളിപ്പോൾ ഭാജ മസാല പൊടിക്കാൻ പോകുന്നത്, ഞാൻ മിക്സി തുടച്ചെടുക്കുകയാണ്, നനഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൗഡർ ആക്കണ്ടേ, സോ തുടച്ചെടുക്കുകയാണ് ഇനി. പിന്നെ ഈ ഭാജ മസാല റെഡി ആക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിക്കുക നെക്സ്റ്റ് നിങ്ങൾക്ക് എൻ്റെ ചൈൽഡ്ഹുഡിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ബംഗാളി നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു. സോ അവരൊരു സ്പെഷ്യൽ എഗ് കറി ഉണ്ടാക്കുമായിരുന്നു. അവരുടെ ഒരു എഗ് കറി മസ്റ്റർഡ് ഓയിലൊക്കെ യൂസ് ചെയ്ത് ആൻഡ് ദേ യൂസ് ദിസ് ഭാജ മസാല ഓൾസോ. സോ ആ ഒരു എഗ് കറി ഞാൻ വേറൊരു ദിവസം ഉണ്ടാക്കി കാണിക്കാം. ഓക്കെ, നമ്മുടെ ഭാജ മസാല കണ്ടില്ലേ, റെഡിയായി. ഇപ്പം കണ്ടാൽ മല്ലിപ്പൊടി പോലെ ഇരിക്കും, പക്ഷെ മല്ലിപ്പൊടി അല്ല, ഞാൻ ഈ റോസ്റ്റ് ചെയ്തതിൻ്റെ എല്ലാം മിക്സാ. ഓക്കെ, അതൊന്നും കൂടെ പറഞ്ഞു, അതിൽ എന്തൊക്കെ മിക്സാ വരുന്നത്? അപ്പോൾ ഇത് നമ്മുടെ ഭാജ മസാല ഞാൻ പൊടിച്ചെടുത്തേ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇട്ടെന്ന് ഓർമ്മയുണ്ടല്ലോ. 3 ടീസ്പൂൺ ജീരകം, 3 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ടീസ്പൂൺ നമ്മുടെ ഹോൾ മല്ലി, അതിൻ്റെ ഒരു 4-5 പീസ് ഏലക്ക. പിന്നെ വേണമെങ്കിൽ നമ്മുടെ ഡ്രൈ റെഡ് ചില്ലി 2-3 ഇടാൻ മതി, കുറച്ച് എരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ചതാണ്. എരി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാമല്ലോ, പക്ഷേ ഇതിലിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇത് മുളക് പൊടി എടുത്ത് മാറ്റാൻ പറ്റത്തില്ലല്ലോ, മിക്സ് ആയി പോകത്തില്ലേ. സോ അതുകൊണ്ട് ഇട്ടില്ല. പ്രിപ്പറേഷൻ തുടങ്ങാമേ. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. നമ്മൾ പ്രിപ്പറേഷൻ നോക്കാം. ഫസ്റ്റാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മൂരി അല്ലെങ്കിൽ പൊരി. അപ്പോൾ നമ്മൾ കുറച്ച് ഞാൻ ആദ്യം ഇട്ടു. ഓക്കെ, പിന്നെ നമ്മൾ ഇതിലിടാൻ പോകുന്നത് ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന ഗ്രീൻ ചില്ലീസ് ഇടുവാണ്. ഞാൻ ഒരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഹൈജീനും പിന്നെ കൈ നിറാതിരിക്കാനും. പിന്നെ നമ്മുടെ അരിഞ്ഞ കുക്കുംബർ സ്ലൈസസ് നമ്മൾ ഇടുവാണ്. ആൻഡ് ഇത് പച്ചമാങ്ങ അരിഞ്ഞ് വെച്ചത് അത് ഇടുവാണ്. ടൊമാറ്റോസ് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചെന്നല്ലോ അത് ഇടുവാണ്. പിന്നെ ഒണിയൻ അതിടുവാണ്. തേങ്ങ കൊത്ത് ഉണ്ട്. പിന്നെ ബോയിൽഡ് ചിക്ക് പീസ് ഉണ്ടല്ലോ, നമ്മുടെ വെളുത്തതാണെങ്കിലും പിന്നെ വൈറ്റ് ചിക്ക് പീസ് ആണെങ്കിലും കാബൂളി ചനയോ നമ്മുടെ കറുത്ത ചന, നമ്മുടെ ചെറിയ കടല, എന്ത് വേണമെങ്കിലും കുറച്ച് പുഴുങ്ങി വെച്ചിട്ട് അതും കുറച്ച് ഇതിനോട് മിക്സ് ചെയ്യാമേ, നല്ല ടേസ്റ്റ്. വെള്ളക്കടല. ബട്ട് ഞാൻ മറന്നുപോയി അത് ചെയ്യാൻ. ആക്ച്വലി പുഴുങ്ങി അത് ബോയിൽ സോക്ക് ചെയ്ത് വെക്കാൻ മറന്നു. വെള്ളക്കടല നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്, ഇവിടെ ഞാൻ ഒരുപാട് കണ്ടു, എല്ലായിടത്തും കിട്ടും. സോ പിന്നെ ഇനി ഞാൻ ഇത് ആഡ് ചെയ്യാൻ പോണേ, നമ്മുടെ ബോയിൽഡ് പൊട്ടാറ്റോസ്. ഓക്കെ, ബോയിൽഡ് പൊട്ടാറ്റോസ് ആഡ് ചെയ്ത് ഉരുളക്കിഴങ്ങ് ബോയിൽഡ് പൊട്ടാറ്റോസ്. അപ്പോൾ ഇത് ഇത്ര ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോളിഡ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട മസാല. അപ്പം ഇത് ആഡ് ചെയ്യണം, കുറച്ച് ബ്ലാക്ക് സോൾട്ട്. ഈ ബ്ലാക്ക് സോൾട്ട് എന്തിനാന്ന് വെച്ചാൽ ബ്ലാക്ക് സോൾട്ട് ചിലപ്പോൾ എല്ലാ കേരള ഹൗസ് ഹോൾഡിൽ കാണാൻ സാധ്യതയില്ല. നോർത്ത് ഇന്ത്യൻസ് ആണ് അതൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് സോൾട്ട് ഒരു പഞ്ചൻ സ്മെല്ലൊക്കെ ഉണ്ട്, അതാണ് ഇതിനൊരു പ്രത്യേക സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെ തരും. നമ്മുടെ സോൾട്ടും ഇടാം, കുഴപ്പമൊന്നുമില്ല. ഇല്ലാത്തവർക്ക് ബ്ലാക്ക് സോൾട്ട് ഇല്ലാത്തവർക്ക് നമ്മുടെ നോർമൽ സോൾട്ട് യൂസ് ചെയ്യാം.
ഞാൻ കുറച്ച് ബ്ലാക്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ബ്ലാക്ക് സോൾട്ട്. ഇനി എത്ര ഉപ്പ് വേണം എക്സാക്റ്റ് ഒന്നും എനിക്ക് അറിയത്തില്ല. മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക്. ഈ ബ്ലാക്ക് സോൾട്ട് എന്ന് പറയുമെങ്കിൽ അതിന്റെ കളർ പിങ്ക് കളറാ. ഞാൻ ഈ ബ്ലാക്ക് സോൾട്ട് വാങ്ങാൻ കടയിൽ തപ്പാറങ്ങിട്ട് ബ്ലാക്ക് കളർ നോക്കി നടന്നപ്പോൾ ബ്ലാക്ക് കാണുന്നില്ല. ഫൈനലി അവിടുത്തെ കടക്കാരൻ പറഞ്ഞു ഇത് പിങ്ക് ആണ് കളർ. അങ്ങനെയാണ് ഇത് കിട്ടിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബ്ലാക്ക് സോൾട്ടിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചാട്ട് മസാല എല്ലാ ഹൗസ് ഹോൾഡിലും ഇപ്പോൾ ഒക്കെ എല്ലായിടത്തും കാണും മിക്കവാറും ഒക്കെ. നമ്മുടെ എല്ലാ ഫ്രൂട്ട് ചാട്ടും അതിലും ഒക്കെ ഇടുമല്ലോ നമ്മൾ. അപ്പോൾ കുറച്ച് ചാട്ട് മസാല, പിന്നെ കുറച്ച് ഡ്രൈ മാംഗോ പൗഡർ, ആംചൂർ പൗഡർ എന്ന് ഹിന്ദിയിൽ പറയും. ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പച്ചമാങ്ങ ഉണക്കി പൊടിച്ചെടുക്കുന്ന സാധനമാണ് ഡ്രൈ മാംഗോ പൗഡർ. ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ്, ഒത്തിരി ഒന്നും ഇടുന്നത്, ഒരു ശകലം ഇട്ടാൽ മതി കേട്ടോ, ഒരു ശകലം. സോ ഇതൊക്കെ ഇട്ടു. പിന്നെ നമ്മുടെ നോർമൽ ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം ഞാൻ, ബിക്കോസ് മറ്റേ ഉപ്പ് ഞാൻ ഒത്തിരി ചേർത്തില്ല. അപ്പോൾ നമ്മുടെ നോർമൽ ഇത് പിങ്ക് സോൾട്ടാണ്, ഏത് സോൾട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇതേ ഉള്ളതുകൊണ്ട് ഇത് ഇടുക. കുറച്ച് പിങ്ക് സോൾട്ട് മിക്സ് ചെയ്ത്. പിന്നെ നമ്മുടെ മെയിൻ ഇങ്ങനെ ഞാൻ പൊടിച്ച് വെച്ചിട്ട് മറന്നുപോയി. നമ്മുടെ ഭാജ മസാല, അതിൻ്റെ ഒരു 1 ടേബിൾ സ്പൂൺ എടുക്കണം. ഇതിപ്പോൾ ടീസ്പൂണിൽ എടുക്കുന്നതുകൊണ്ട് ഒരു ഫുള്ള് ടീസ്പൂൺ കിട്ടുന്നുമില്ല, മിക്സിക്കകത്തുനിന്ന് എടുക്കുന്നതുകൊണ്ട്. ഓക്കെ, ഒരു 1 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഒരുപാട് പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തോ ആവും, ഈ പൊട്ടറ്റോസ് ഒക്കെ ഉള്ളതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റ്ലി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ പൊട്ടറ്റോ ഒക്കെ അങ്ങ് മാഷ് ആയിപ്പോവും. ഇനി നമുക്ക് ഇതിൽ കുറച്ച് നമ്മുടെ ഈ സേവ് ഉണ്ടെങ്കിൽ സേവ് ഇടുന്നതല്ല. എൻ്റെ കയ്യിൽ സേവ് ഇല്ല, എൻ്റെ കയ്യിൽ കുറച്ച് ചനാച്ചൂറുണ്ട്. ചനാച്ചൂർ ഒരു ടൈപ്പ് മിക്സ്ചറാണ്, അത് കുറച്ചിടുവാണ്. ആൻഡ് ഭുജിയ, നമ്മുടെ ഹൽദിറാംസിൻ്റെ ഭുജിയ ഉണ്ടല്ലോ, ആലു ഭുജിയ അല്ല, ഞാൻ നോർമൽ ഭുജിയ ഇടുന്നത്. ഏത് ഭുജിയ വേണമെങ്കിലും ഇടാം, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം നിങ്ങൾക്ക് അതിട്ടോ. ഇല്ല ഇതൊന്നുമില്ല, കേരള മിക്സ്ചർ നിങ്ങളുടെ കയ്യിൽ ഉള്ളെങ്കിൽ അതിട്ടാലും മതി, നോ പ്രോബ്ലം. ഇതൊക്കെ കുറച്ച് കൂടുതലിട്ടാൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് വരുവേ. ഓക്കെ, ഇതായി. ആൻഡ് നൗ നമുക്ക് എരിക്ക് ഞാൻ കുറച്ച് ചില്ലി പൗഡർ, ഒരു ലിറ്റിൽ ചില്ലി പൗഡർ ഇടണം എരിക്ക് വേണ്ടി. ഒരു 1/2 ടീസ്പൂണേ ഉള്ളൂ കേട്ടോ, ഒത്തിരി ഇട്ടാൽ ഭയങ്കര എരിയായിരിക്കും. ആൻഡ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ആദ്യം പറഞ്ഞില്ല, അതാണ് മസ്റ്റർഡ് ഓയിൽ. കുറച്ച് മസ്റ്റർഡ് ഓയിൽ ഇടണം, അത് മസ്റ്റാണ്. മസ്റ്റർഡ് ഓയിൽ ഇസ് എ മസ്റ്റ് കേട്ടോ ജാൽമുരിക്ക്. സോ മസ്റ്റർഡ് ഓയിലിൽ ഞാൻ കുറച്ച് മേളിൽ കൂടി ഇങ്ങനെ, മസ്റ്റർഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ കടുകെണ്ണ അല്ല, സ്പ്രിങ്കിള് 1 ടീസ്പൂൺ ഒഴിക്കാം. ഓക്കെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും ആയി. ഇനി നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഇടണം. കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ഇടാമേ, കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഇടാം. ഒരു കുഞ്ഞു ലെമൺ, വളരെ കുഞ്ഞു ലെമൺ, അതിൻ്റെ ഒരു ലെമണിൻ്റെ ജ്യൂസിന് ഇടുക, ഒരു ചെറിയൊരു ടാങ്കിനെസ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ചാണ് നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ്. സോ ഇത് റെഡിയായി, നമ്മൾ ജാൽമുടി റെഡിയായി. ഇനി ഞാനിതൊരു ചെറിയൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാൻ പോവാണ് ഹസ്ബൻഡിന് കഴിക്കാൻ വേണ്ടിയിട്ട്. ലെറ്റ് ഹിം ട്രൈ. നിങ്ങളും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നന്നായല്ലോ എന്ന് കമൻസിൽ പറയണം. പ്ലീസ് ട്രൈ ചെയ്യണം. ഓക്കെ, ബിക്കോസ് ഇത് ഒരു വെറൈറ്റി ഡിഷല്ലേ, നമ്മുടെ നാട്ടിലൊന്നും കിട്ടുന്ന സാധനമല്ലല്ലോ. നമ്മൾ ബേൽപൂരി അല്ലേ ജനറലി കഴിക്കാറ് നാട്ടിലും, അപ്പം ജാൽമുടി അങ്ങനെ കഴിക്കാറില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണെങ്കിൽ കമൻസിൽ പറയണം. ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഹീ ഈസ് ഈറ്റിംഗ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പം ഇത്
ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കണം, ട്രൈ ചെയ്യണം. എന്നിട്ട് കമൻസിൽ പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന്. നിങ്ങൾ ജനറലി വേൽപൂരി ആയിരിക്കുമല്ലോ കഴിച്ചിട്ടുള്ള, ഇത് കഴിച്ചിട്ടുള്ള ഒത്തിരി പേര് കാണും കേരളത്തിൽ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് കഴിച്ചിട്ടില്ലാത്ത ഒത്തിരി പേരും കാണും. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണെങ്കിൽ ഡെഫിനറ്റ്ലി കമൻസിൽ തന്ന് കമൻസ് ഇടണം. എൻ്റെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആസ് യൂഷ്വൽ പറയുകയാണ്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്കും ഇതൊരു പുതിയ അനുഭവമാണ്, പുതിയൊരു വെറൈറ്റി ഫുഡാണ്. അപ്പോൾ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളും ആ പറഞ്ഞു തന്ന രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു പറ്റിയൊരു കോമ്പിനേഷനാണ്. സോ ട്രൈ ഇറ്റ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റം, മറ്റ് പുതിയ എന്തെങ്കിലും ഒരു കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.